ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പാപികളെ തേടുവാനാണ്. പാപികൾക്ക് യേശുവിലേക്ക് തിരിയാൻ സാധിക്കണമെങ്കിൽ അവര് അനുതാപത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. സ്നേഹിതരെ, അനുതപിക്കുന്ന പാപികളോട് പ്രത്യേക സ്നേഹം കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഈ അധ്യായത്തിൽ അവിടെ യേശു 3 ഉപമകൾ പറയുന്നുണ്ട്. ഒന്ന്, കാണാതെ പോയ ആടിൻ്റെ ഉപമ. രണ്ടാമത്തേത് കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ. മൂന്നാമത്തേത് ധൂർത്തപുത്രൻ്റെ ഉപമ. ഈ 3 ഉപമകളിലൂടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നു, അതായത് ദൈവത്തിൽ നിന്ന് അകന്നുപോയിട്ടുള്ള എല്ലാവരും അനുതാപത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ദൈവത്തിലേക്ക് തിരിയണമെന്ന്. സ്നേഹിതരെ, കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ കർത്താവ് പറയാൻ ആഗ്രഹിക്കുകയാണ്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയോട് ദൈവം പ്രത്യേക സ്നേഹം കാണിക്കുന്നു. സ്നേഹിതരെ, മത്തായി ശ്ലീഹായെ യേശു വിളിച്ചപ്പോൾ യേശുനാഥൻ ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം സമയം ചെലവഴിക്കുകയും അവരോടൊത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഫരീസയരും നിയമജ്ഞരും യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പാപികളോടൊത്ത് ചുങ്കക്കാരോടൊത്ത് ഭക്ഷണം കഴിക്കുന്നത്, സമയം ചെലവാക്കുന്നത്, അവരോട് സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവർ യേശുവിനോടും ശിഷ്യന്മാരോടും ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യവാന്മാർക്കല്ല എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. സ്നേഹിതരെ, വളരെ സംതൃപ്തിയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, ദൈവത്തിന് പ്രത്യേക സ്നേഹം പാപികളോടുണ്ട്, പ്രത്യേകിച്ച് അനുതപിക്കുന്ന പാപികളോട്. സ്നേഹിതരെ, നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും കുറിച്ച് പശ്ചാത്തപിക്കുവാനും പശ്ചാത്തപിച്ചുകൊണ്ട് നിത്യരക്ഷയുടെ പാതയിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.